ഇപ്പോൾ റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുഭാഷ് ബാബു, പലപ്പോഴും നമുക്കറിയാം പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ, മിടുക്കരായ ഉദ്യോഗസ്ഥരൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലുമുണ്ട്, പ്രത്യേകിച്ച് പോലീസ് സംവിധാനത്തിൽ. പക്ഷേ അവർക്ക് നിയന്ത്രിക്കപ്പെടുന്നത് ഭരണകൂടങ്ങളാൽ ആണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങളെ മറികടന്നുകൊണ്ട് പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെ വ്യക്തമാണല്ലോ, ഇത്രയധികം കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ, പരാതികൾ ഉണ്ടാകുമ്പോൾ അത് ഒരെണ്ണം പോലും തെളിയിക്കപ്പെട്ടില്ല, ഒരെണ്ണത്തിൽ പോലും കൃത്യമായി പ്രതിയിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആരുടെയൊക്കെ പിന്തുണയുണ്ടാകുമെന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇടപെടലും കണ്ടെത്തലുകളും ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തിന്, പ്രത്യേക സംഘത്തിന് സാധ്യമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, സാധാരണ രീതിയിൽ അങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് അവിടുത്തെ ഈ ആക്ഷൻ കമ്മിറ്റിയും മറ്റു ആളുകളും പ്രദേശവാസികളും ആവശ്യപ്പെട്ട പ്രകാരം ഉള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ പിന്നെ വിശ്വാസിയുടെ പ്രശ്നം വരുന്നല്ലോ. അവർ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരെ തന്നെ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു ടീമിനെയാണ് ഇപ്പോ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട കാര്യമില്ല. അവരെ സ്വാധീനിക്കുന്നില്ല എന്നോ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെയും ഈ മരിച്ച ആളുകളുടെ ശവശരീരം എവിടെയെന്ന് അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് ആ വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ ഈ അന്വേഷണത്തിന് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഏതെങ്കിലും സ്ത്രീകളെയോ അവിടെ മറ്റു രീതിയിൽ കൊല ചെയ്യപ്പെട്ട പുരുഷന്മാരെയോ ഈ വ്യക്തി എന്നുള്ള രീതി ഐഡന്റിറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. അത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതൽ തെളിവ് ശേഖരണം, അത് കൊലപാതകമാണെന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെ ഈ സ്വാധീനത്തിന്റെ പ്രശ്നം വരുന്നില്ല. അത് കഴിഞ്ഞ ഈ സ്വാധീനത്തെ പറ്റി ആലോചിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ഏതായാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അത് വ്യാപകമായിട്ട് നല്ലൊരു ടീമും കൂടുതൽ അംഗങ്ങളോട് കൂടിയിട്ട് അന്തർ സംസ്ഥാന ഖ്യാതിയുള്ള അല്ലെങ്കിൽ അതേമാതിരി വ്യാപ്തിയുള്ള രീതിയിൽ അന്വേഷിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അന്വേഷണം മുന്നോട്ട് പോകും. അപ്പൊ സ്വാധീനം വേണ്ട എന്നുള്ള രീതി എന്തായാലും അങ്ങനെ ഒരു ടീമിനെ വേണമെന്ന് പറഞ്ഞാൽ ആ ടീമിൽ അവരാവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊടുത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ഭരണപരമായിട്ടുള്ള സ്വാധീനം നമുക്ക് ഒഴിവാകും എന്ന് പ്രത്യാശിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. യെസ്, എന്തായാലും ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ശ്രീ ജയന്ത്, താങ്കൾ അങ്ങനെ, അതായത് ഇതിപ്പോൾ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു പാനലാണല്ലോ ഉൾപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ കുഴിച്ചുമൂടിയ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണോ?